ഇത് 1% ഹൈഡ്രോളിക് അല്ല ഹൈലറോണിക്. സമയം 11:40 ആയി. ഇത് 5 കഴിഞ്ഞ് ഞാൻ ഇങ്ങനത്തെ അല്ലാത്ത ഭാഷയിൽ സംസാരിക്കും. ചീത്ത പറയുന്ന പറഞ്ഞത്. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. എൻ്റെ ഒരു എവറി ഡേ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് എങ്ങനെയാണ് ഒരുങ്ങാറുള്ളത് അതാട്ടോ നിങ്ങളെ കൂടി കാണിക്കാൻ പോകുന്നത്. സൗണ്ടൊന്നുമില്ല, നല്ല ജലദോഷവും പനിയൊക്കെയാണ്. അപ്പം അഫോർഡബിൾ പ്രൊഡക്ട്സാണ്, അതാണ് മെയിനായിട്ട് കാര്യം. അപ്പം കുറേ ആയില്ല നമ്മൾ ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പിന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ മുന്നായിട്ട് ഞാൻ ലിപ് ബാം ഇടും. ലിപ്പ് കണ്ടില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബോൺ ലിപ്പി, അതായത് ബോഡി ഷോപ്പിൻ്റെ ബോൺ ലിപ്പി കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസർ കേട്ടോ, നന്നായിട്ടും നല്ല എനിക്കിഷ്ടമാണ്, അടിപൊളിയാണ്. ടിൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് ടിൻ്റ് ഉണ്ട്, പക്ഷെ അങ്ങനെ കൊണ്ട് ടിൻ്റില്ലല്ലോ. പക്ഷെ നല്ല നരിഷിങ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു ഭയങ്കര ക്വിക്ക് മേക്കപ്പ് കേട്ടോ, ടൈമുമില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നന്നായി ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഇപ്പോൾ കറൻ്റിലി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ സിമ്പിളിൻ്റെ ഒരു ഹൈഡ്രേറ്റഡ് ലൈറ്റ് മോയ്സ്ചറൈസർ കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമോ എനിക്കറിയില്ല. ഞാനിത് എൻ്റെ സ്കിന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നല്ല റിവ്യൂസ് കണ്ടിട്ട് ഞാൻ ആമസോണിനാണ് മേടിച്ചില്ലേ. പക്ഷെ നല്ലതാട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഡെർമയുടെ ഒരു 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെൽ കേട്ടോ. ഇതിന് മുന്നേ ഞാൻ മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ റിവ്യൂസ് ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ എന്നെ ഇടുന്നുണ്ട്. അപ്പം ഭയങ്കര റിവ്യൂ ആയിരുന്നു. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് മേടിച്ചതാണ്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ മിനിമലിസ്റ്റിനേക്കാളും ഇഷ്ടമായിട്ടോ. കാരണം ഇത് നമുക്ക് ഈസിലി ബ്ലെൻഡബിൾ ആണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. അത് മാത്രമല്ല ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ആഫിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. മറ്റേ മിനിമലിസ്റ്റിൻ്റെ കുറച്ചൊന്ന് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ വരുന്ന കാണാമായിരുന്നു. ഒരു നന്നായിട്ട് വരക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അത്. പക്ഷെ അതിലേക്കാളും ഇഷ്ടമായി ഇത്. നല്ലതാണ്, തീരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. തീരെ എന്തില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, പക്ഷെ പെട്ടെന്ന് ബ്ലെൻഡ് ആയില്ലേ. അത് മാത്രമല്ല നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ആയിട്ടോ. ഞാൻ പറയാം, എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി. ഭയങ്കര നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യും. സോ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ? ഓക്കെ, നമുക്ക് ഐബ്രോ ഫിനിഷ് ചെയ്യാം. നമ്മൾ സ്ഥിരം പ്രൊഡക്റ്റ് നമ്മുടെ വെറ്റാമിൽഡിൻ്റെ ഒരു ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന്. അതിന് മുന്നേ നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ നേരമില്ല. പിന്നെ ഓറഞ്ച് കറക്റ്ററൊക്കെ ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൺസീലർ ഇട്ട് സെറ്റ് ചെയ്ത് ഇപ്പം ഇല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾസൊക്കെ കുഴപ്പമില്ല, ഒക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ വിചാരിക്കും. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ കൊണ്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഇരുണ്ട പോലെ തോന്നിയായിരുന്നു. ഇപ്പം നമ്മൾ അതിനോട് അഡ്ജസ്റ്റായി. ആദ്യം തീരെ കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ എത്ര ആയാലും ഡാർക്ക് സർക്കിൾസൊക്കെ വരും. ഒരു ദിവസം ബാഗിലുണ്ട്, ഒരാളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം റെഡിയാവും. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാട്ടോ. ലാഫി കണ്ടില്ലേ? ഇപ്പൊ ആഫിന് നല്ല ഡ്രൈ, ആഫിന്റെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്. ആഫിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയുണ്ട് സോറി എൻ്റെ മോയ്സ്ചറൈസർ എങ്ങനെയുണ്ട് പറയാം. ആഫി എങ്ങനെയുണ്ട് മോയ്സ്ചറൈസർ? എങ്ങനെയുണ്ട്? മോയ്സ്ചറൈസർ നല്ല നൈസാണ്. പിന്നെ കുണ്ടും കുഴിയൊക്കെ അടയുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. സത്യം പറയാം ആഫിക്ക് അത് പറയാൻ അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉപയോഗിക്കല് ഇഷ്ടപ്പെട്ടു. ഞാൻ സൺസ്ക്രീനോട് ഇട്ടാൽ കേട്ടോ, സൺസ്ക്രീനോട് ഇട്ടാല് ഈ സൺസ്ക്രീൻ വളരെ നല്ലതാണ്, ഭയങ്കര ഈസിലി ബ്ലെൻഡബിൾ ആണ്, നോ വൈറ്റ് കാസ്റ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാട്ടോ. ഓക്കെ,
ഇത് 1% ഹൈഡ്രോളിക് ഹൈഡ്രോളിക് അല്ല ഹൈലറോണിക് സൺസ്ക്രീൻ. ഭയങ്കര നൈസാണ്. നൈസാ. ഞങ്ങൾ റീസെന്റ്ലി ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു സംഭവമാണ്. ഭയങ്കര സംഭവമാണ്. ആണ് ഭീകരാന്നൊക്കെ പറഞ്ഞു. സത്യം പറയും, സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഈ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ ബാക്കി എല്ലാ സൺസ്ക്രീൻസും എന്താ ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റിഷ് ഭയങ്കര, അതായത് നമ്മള് എന്താ പറയാ പുറത്തിറങ്ങി ബ്ലെൻഡ് ആവും. ഇപ്പൊ മിനിമലിസ്റ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ നമ്മളെ റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാല് കുറച്ച് നന്നായിട്ട് നമ്മള് വേർക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടി 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 പോരും. എല്ലാ സ്കിൻ ടൈപ്പിലുണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ അങ്ങനെ വന്നു. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ, നല്ലതാ. ഓക്കെ, ഇതിന്റെ ഇപ്പം കഴിവേം വരാം. സമയം 11:40 ആയി. ഇത് 5 കഴിഞ്ഞ് ഞാൻ ഇങ്ങനത്തെ അല്ലാത്ത ഭാഷയിൽ സംസാരിക്കും. ചീത്ത പറയുന്ന പറഞ്ഞത്. ഓക്കെ, ഐശ്വര്യൊന്ന് മാറ്റിക്കോ. ഓക്കെ, സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ല, കൺസീലറൊക്കെ ഇടുന്ന കൺസീലർ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പൊതുവെ ഇടാറില്ല കേട്ടോ. എനിക്കിപ്പം ഇങ്ങനെ ഇപ്പം തന്നെ ഒരു നേരത്തിനേക്കാൾ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നില്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കോമ്പാക്ട് പൗഡർ, ഇത് മേബ്ലിൻ്റെ കോമ്പാക്ട് പൗഡർ. ഇനി അഥവാ ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലർ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കൺസീലർ അല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടിന് നല്ലതാട്ടോ. ഈ ആ സ്പോട്ടൊക്കെ എല്ലാം എടുത്തു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടണമൊക്കെ വിചാരിച്ചിരുന്നു, നേരല്ല. നമുക്കിവിടെ 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യും. പിന്നെ അതിനൊന്നും നേരമല്ല. ഇത് കംപ്ലീറ്റ് ആക്കാൻ തന്നെ നേരം ഉണ്ടാവുമോ നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് ആക്കാൻ മതി. ഞാൻ പറഞ്ഞു നമ്മൾ കൊച്ചിയിലാട്ടോ ഉള്ളത്. നമുക്കിവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടതാണ്. ഓക്കെ, ഇനി ഓരോന്നിന് മുമ്പ് ഒരു കാര്യം ഇടാൻ മറന്നുപോയി. ഞാൻ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇത് ലാക്മിൻ്റെ ലൂമി ക്രീമാണ്. ശരിക്കും കോമ്പാക്ട് ഇടുന്നതിന് മുമ്പ് യൂസ് ചെയ്യണം, കുഴപ്പമില്ല, നമുക്കിപ്പോൾ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ജസ്റ്റ് ഐശുവിനൊന്ന് ഡ്രസ്സ് മാറ്റിച്ചു കൊടുക്കുമോ? ഐശുവിന് ഡ്രസ്സ് ഇത് ഗ്ലോ കാണുന്നുണ്ടോ? ഞാൻ വരുന്നു. ശരിക്കൊക്കെ ചെയ്യണം, നേരല്ലോ. ഓക്കെ, ഫിനിഷ്. നമുക്കൊരു ഒരു വെയിലത്തേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ഞാൻ എടുത്തുതരാം. ഐലൈനർ ഇട്ടിട്ട് വരാം. ഇത് കാണിക്കാൻ നേരമില്ല. നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടോ റിംഗ് ലൈൻ ഇട്ടൊക്കെ ഇട്ടെടുത്തു. ഇനി മസ്കാര കണ്ണുമലയൊക്കെ എഴുതാൻ പറ്റിയിട്ടില്ല. നമ്മൾ ധൃതി പിടിച്ച് എന്ത് ചെയ്താലും അങ്ങനെ എന്നിട്ട് എവിടെ എത്തൂല. അടിക്കൊക്കെ പോകാൻ ഇത് മേബിലിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാര ഉണ്ട് അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഡെയിലി യൂസിനൊക്കെ വാട്ടർ പ്രൂഫ് അല്ലാത്തട്ടോ നല്ലത്. അതാ വരുന്നു. ഓക്കെ, ഇതൊക്കെ മതി. ഓക്കെ, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡാണ് ഇടല് കേട്ടോ. ഒന്ന് ഈ നൈക്കിൻ്റെ മദ്രാസ് കാപ്പി, നല്ല ഷെയ്ഡാണ്. ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പക്ഷെ കഴിഞ്ഞോ, പക്ഷെ ഇതിൻ്റെ അതാവത് വേഗം കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഈ ലാക്മിൻ്റെ ന്യൂഡ് ട്വിസ്റ്റ് ഇല്ലേ, അത് കൊണ്ട് വെച്ചെടുത്താൽ അടിപൊളി ഷെയ്ഡായി. ഇത് 2 ഞാൻ ഡെയിലി യൂസ് ചെയ്യൽ. ഒന്നെങ്കിൽ മദ്രാസ് കാപ്പി അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ 2 കൂടി മിക്സ് ചെയ്തില്ല. ഇത് 2 കൂടി മിക്സ് ചെയ്തിട്ടാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം മദ്രാസ് കാപ്പി ഫസ്റ്റ് ഇട്ടിട്ട് ഇത് എൻ്റെ കൂടെ ടോപ്പ് ചെയ്യാം. അതൊരു പിങ്ക് ബ്രൗൺ ഷെയ്ഡാണ് മദ്രാസ് കാപ്പി. അപ്പം എപ്പോഴും എത്ര ഫുഡ് കഴിച്ചാലും ആ ഒരു പിങ്കിഷ് ടിൻറ്റ് നമ്മുടെ ലിപ്പിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫിനിഷ്. ഈ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞാൻ എല്ലാ പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ. ബൈ.